ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ നമുക്ക് അങ്ങനെ ഒരു കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂസുകളൊക്കെ കുറവാണ്. ഒരെണ്ണം വെച്ചാൽ NDA ക്യാൻസൽ സ്കോർ കാർഡ് ഓഫ് 1563 നീറ്റ് കാൻഡിഡേറ്റ്സ് എന്നൊരു ന്യൂസ് ഉണ്ട്. അത് ഇപ്പോഴത്തെ ഒരു വലിയ സംഭവമായിട്ട് ഞാനത് പറയുന്നേ ഉള്ളൂ. NDA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീറ്റ് ഉൾപ്പെടെയുള്ള ദേശീയ എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുതുതായിട്ട് ഉണ്ടാക്കിയ ഏജൻസിയാണ് NDA. പുതുതായിട്ട് മീൻസ് ഈ വർഷമൊന്നുമല്ല, 2 വർഷം NDA ഉണ്ടാക്കിയിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അവരാണ് നീറ്റ് കണ്ടക്ട് ചെയ്തത്. അപ്പൊ നീറ്റില് എന്താണ് ഈ പ്രശ്നം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നീറ്റിൽ കുറെ പേർക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഹൈ മാർക്ക് കിട്ടി. അതിന്റെ കാരണമായിട്ട് പറയപ്പെടുന്നത് സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ഷനാണ്. അതായത് കുറച്ച് പിള്ളേർക്ക് എക്സാംസ് കറക്റ്റ് പിന്നെ ക്വസ്റ്റ്യൻ കിട്ടാനൊക്കെ ലേറ്റ് ആയി, അവർക്ക് അതുകൊണ്ട് ടൈം കുറച്ച് കിട്ടും. അതുകൊണ്ട് അവർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഗ്രേസ് മാർക്ക് കൊടുത്ത 1500 പിള്ളേരുണ്ടായിരുന്നു. അവരുടെ മാർക്കൊക്കെയാണ് ഈ ഹൈ ആയത്. പിന്നെ ക്വസ്റ്റ്യൻ ലീക്ക് ആയെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടുതൽ എനിക്ക് അറിയത്തില്ല. എന്തായാലും അവരുടെ മാർക്ക് പിന്നീട് ഗ്രേസ് മാർക്ക് ക്യാൻസൽ ചെയ്തിട്ട് അവർക്ക് റീടെസ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇപ്പോഴത്തെ വലിയ വിഷയമാണ്. അല്ലാതെ നമുക്കത് ആവശ്യമൊന്നുമില്ല NTA ഈ നീറ്റിന്റെ എക്സാമിന്റെ കാര്യമൊന്നും. പിന്നെ കുവൈറ്റ് ഓഫേഴ്സ് ഹെൽപ്പ് ടു റീപാട്രിയേറ്റ് ബോഡീസ് എന്ന് പറഞ്ഞൊരു ന്യൂസ് കാണാം. കുവൈറ്റിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. ഇൻഫെർണോ, ഒരു വലിയ തീപിടുത്തം ഉണ്ടായി ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ. അങ്ങനെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ മരിച്ചത്. അവരുടെയൊക്കെ ഡെഡ് ബോഡീസ് ഒക്കെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴാണ്. പിന്നെ ഈ ന്യൂസ് ഒക്കെ വാട്ടർ ക്രൈസിസ് ആണ്. ഡൽഹിയിലെ വാട്ടർ ക്രൈസിസിനെ കുറിച്ചാണ്. അതിപ്പോ ഭയങ്കര ഹീറ്റ് വേവ് ആണല്ലോ ഡൽഹിയിൽ. ഡൽഹിയും ഹരിയാനയും തമ്മിലൊരു വാട്ടർ ഷെയറിംഗ് ഡിസ്പ്യൂട്ട് ഉണ്ട്. അത് ആക്ച്വലി അതിന്റെ പേര് SYL. അതിനെ കുറിച്ചല്ല ഇതീ പറയുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് SYL കനാൽ എന്ന് പറയും. SYL കനാൽ. ഇത് ഡൽഹിയും ഹരിയാനയും തമ്മിലുള്ള ഒരു വാട്ടർ ഷെയറിംഗ് ഡിസ്പ്യൂട്ട് ആണ്. SYL കനാൽ എന്ന് പറഞ്ഞാൽ സത്ലജ് യമുന ലിങ്ക് കനാൽ എന്നാണ്. സത്ലജ് പേര് മനസ്സിലാവും. സത്ലജ് ഈസ് എ റിവർ, യമുന ഈസ് അനദർ റിവർ. ഇത് രണ്ടിനെ ലിങ്ക് ചെയ്തുകൊണ്ടൊരു കനാലാണ് SYL കനാൽ എന്ന് പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയും ഹരിയാനയും തമ്മിൽ ചില ഡിസ്പ്യൂട്ടുകൾ ഉണ്ട്. ഹരിയാന ലീഡ് ചെയ്യുന്നത് BJP ആണ്. കഴിഞ്ഞ ലാസ്റ്റ് 10 years ആയിട്ട് ഹരിയാനയുടെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ നയാബ് സിംഗ് സൈനിയാണ്. അല്ലെ, നയാബ് സിംഗ് സൈനി ഹരിയാനയുടെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ. ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ ജയിലിലാണ്. ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം അവിടെ റൂൾ ചെയ്യാണ്. അദ്ദേഹം റിസൈൻ ചെയ്തിട്ടുള്ള പേര് അരവിന്ദ് കെജ്രിവാൾ, ആം ആദ്മി പാർട്ടി. അല്ലെ, പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ മണിപ്പൂർ ക്യാബിനറ്റ് പാനൽ ടു ഓവർസീ റീഹാബിലിറ്റേഷൻ എന്നൊരു ന്യൂസ് കാണാം. മണിപ്പൂരിൽ കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ള ഈ അവിടുത്തെ എത്നിക് കോൺഫ്ലിക്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. മൈറ്റി കമ്മ്യൂണിറ്റിയും കുക്കീസോ കമ്മ്യൂണിറ്റി തമ്മിലുള്ള. അപ്പൊ അതിന്റെ പേരിൽ ഒരുപാട് തൗസൻഡ്സ് ഓഫ് മൈറ്റി കമ്മ്യൂണിറ്റി പീപ്പിൾ ആൻഡ് ഓൾസോ കുക്കി കമ്മ്യൂണിറ്റി പീപ്പിൾ ഫ്ലഡ് ഫ്രം മണിപ്പൂർ ടു അഡ്ജോയിനിങ് സ്റ്റേറ്റ്സ്, എസ്പെഷ്യലി മേഘാലയ അല്ലെങ്കിൽ ഇവിടെയൊക്കെ മറ്റേ ആസാം, അവിടെയൊക്കെയുള്ള ഷെൽട്ടറുകളിലൊക്കെ താമസിക്കുക. അവരെയൊക്കെ വീണ്ടും റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മണിപ്പൂർ ഗവൺമെന്റ് വളരെ ആക്റ്റീവായിട്ടുള്ള പിന്നീട് കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്റർ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ബീരേൻ സിംഗ് ആണ്. BIREN, ബീരേൻ സിംഗ്. അല്ലെ, ബീരേൻ സിംഗ് ആണ് മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്റർ. ബീരേൻ സിംഗ്. മണിപ്പൂരിന്റെ ക്യാപിറ്റൽ ഏതാണ്? ഇംഫാൽ. മണിപ്പൂരിന്റെ ക്യാപിറ്റൽ ഇംഫാൽ. ഇനി അടുത്ത പേജിൽ പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഞാൻ രാവിലെ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. ഇല്ല, ഇവിടെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജില് യെദ്യൂരപ്പ മേ ബി അറസ്റ്റഡ് ആസ് പോക്സോ കോർട്ട് ഇഷ്യൂസ് വാറണ്ട് എന്ന ന്യൂസ് കാണാം. ഇതും വലിയ നമുക്ക് ആവശ്യമൊന്നുമില്ല. എന്നാലും പോക്സോ ഒരു സംഭവം വന്നതുകൊണ്ട് ഞാൻ പറയുന്നത്, പോക്സോ എന്താണെന്ന് അറിയാമല്ലോ. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. ഈ പോക്സോ ആക്ടിലേക്ക് ഇടയ്ക്ക് അമെന്റ്മെന്റ് ഒക്കെ വന്നായിരുന്നു. എന്തിനെന്ന് വെച്ചാൽ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ, 12 years ആൻഡ് ബിലോ ഉള്ള കുട്ടികളെ റേപ്പ് ചെയ്താൽ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ഗേൾ അല്ല, ബോയ് ആണെങ്കിലും ശരി, ബോയ്സിനും സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നേരിടേണ്ടി വരത്തില്ലേ? നമുക്ക് എല്ലാവർക്കും നമ്മളുടെ കുട്ടിക്കാലത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബാഡ് ടച്ച് എങ്കിലും, ഈവൻ ബോയ്സ് ആണെങ്കിൽ പോലെ ഒരു KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കും. എനിക്കുണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബോയ്സിനെയും സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്ത്, അതിൽ ജെൻഡർ ബയസ് ഒന്നുമില്ല, ഗേള് ബോയ് അങ്ങനെയൊന്നുമില്ല. 12 years താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ റേപ്പ് ചെയ്യുകയോ അങ്ങനെ വല്ലതൊക്കെ ചെയ്താൽ അവർക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇപ്പൊ ഇന്ത്യയിലുണ്ട്. ഡെത്ത് പെനാൽറ്റി ഫോർ പീപ്പിൾ റേപ്പിംഗ് ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 12 years. ഓക്കെ, അപ്പൊ പോക്സോ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. യെദ്യൂരപ്പ BJPയുടെ ലീഡറും പഴയ കർണാടക ചീഫ് മിനിസ്റ്ററുമാണ്. ഇപ്പോഴല്ല, പഴയ കർണാടക ചീഫ് മിനിസ്റ്ററാണ്. അദ്ദേഹത്തിനെതിരെ പോക്സോ അലിഗേഷൻ വന്നേക്കാണ്. അപ്പൊ അതാണ് ന്യൂസ്. ഇനി സ്പോട്ട്ലൈറ്റ് നമുക്ക് വേണ്ട. അതിനടുത്ത പേജ് മെട്രോ പ്ലസ് വേണ്ട. ഫ്രൈഡേസിലാണ് ഇങ്ങനെയുള്ള പിന്നീട് പേജസ് ഹിന്ദുവിൽ വരുന്നത്. ഇന്നത്തെ 2 എഡിറ്റോറിയൽസും പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്. ഒന്നാമത്തത് ക്യാരി ഇറ്റ് ഫോർവേഡ്. ഞാൻ ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ പ്രതീക്ഷിച്ചത് തന്നെയാണ് ഇന്ന്. കാര്യം എന്ന് വെച്ചാൽ
എല്ലാ സ്റ്റേറ്റുകളിലെയും ഗവൺമെന്റ് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട എഡിറ്റോറിയൽസ് ഹിന്ദുവിൽ വന്നായിരുന്നു. ഇനി ഒഡീഷയുടെ മാത്രമേ വരാനുള്ളായിരുന്നു. ഒഡീഷയുടെ പുതിയ ചീഫ് മിനിസ്റ്റർ ആയിട്ട് മോഹൻ മജി എന്ന് പറയുന്ന ആദിവാസി സന്താൾ കമ്മ്യൂണിറ്റിയിലുള്ള, സന്താൾ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ട്രൈബൽസ് ആണ് സന്താൾ, SANTAL. ഈ സന്താൾ ട്രൈബൽ കമ്മ്യൂണിറ്റിയുള്ള ഒരു ട്രൈബൽ ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ ആകുന്നു. ആൻഡ് ദ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഫോർ ദിസ് coronation is BJP is coming to power in Odisha for the first time. So Mohan Maji is a പൊളിറ്റീഷ്യൻ ഓഫ് BJP. ഓക്കെ, അപ്പൊ അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിട്ട് അവിടെ അധികാരമേറ്റതിനെ കുറിച്ചാണ് ഇന്നത്തെ ന്യൂസ് നടന്നത്, എഡിറ്റോറിയൽ നടന്നത്. ഒഡീഷയുടെ ഗവർണർ രഘുബർ ദാസ് ആണ്. ഒഡീഷയുടെ ഗവർണർ രഘുബർ ദാസ്. അപ്പൊ ഒഡീഷയിൽ പുതിയ ചീഫ് മിനിസ്റ്റർ ആയിട്ട് അധികാരമേക്കുന്നു മോഹൻ മജി. നവീൻ പട്നായിക് ആയിരുന്നു 24 yearsഉം 99 daysഉം ഒഡീഷ ഭരിച്ചത്. അദ്ദേഹം ഈ റെക്കോർഡ് തകർക്കാൻ വെറും 66 daysഉം കൂടെ ഭരിച്ചിരുന്നെങ്കിൽ ഈ റെക്കോർഡ് തകർന്നതായിരുന്നു. ഇന്ത്യയിലെ ലോങ്സ്റ്റ് സെർവിംഗ് ചീഫ് മിനിസ്റ്റർ എന്ന പദവി പവൻ കുമാർ ചാംലിംഗിന്റെ കയ്യിൽ നിന്ന്. പവൻ കുമാർ ചാംലിംഗ് ഈസ് എ പൊളിറ്റീഷ്യൻ ഓഫ് സിക്കിം. ഹി വാസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് സിക്കിം ഫോർ അറൌണ്ട് 25 years. He is the longest serving chief minister of India. And Naveen Patnaik is in the second position. If he was in the chief minister's chair for 66 more days, he could have got that record of Pawan Kumar Chamli. എന്തായാലും ആ റെക്കോർഡ് തകർത്തു. ആ റെക്കോർഡ് തകർത്തുകൊണ്ട് മോഹൻ മജി അധികാരത്തിൽ വരുന്നു. അപ്പൊ മോഹൻ മജി അധികാരത്തിൽ വരുമ്പോൾ BJPയുടെ പ്രിഫറൻസസ്, ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ സപ്പോർട്ട്, എസ്പെഷ്യലി ഒഡീഷ, ജാർഖണ്ഡ് പോലുള്ള മേഖലകളിലെല്ലാം ട്രൈബൽസിന്റെ വലിയ പ്രസൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മോഹൻ മജിയെ ചീഫ് മിനിസ്റ്റർ ആക്കിയത്. ഇതേ ഒഡീഷയിൽ നിന്നാണ് ദ്രൗപദി മർമു പിന്നെ പ്രസിഡന്റ് ആക്കിയതും. അവരും ഒരു ട്രൈബൽ ആണ്. അപ്പൊ മജി എന്ന് പറയുന്ന പൊളിറ്റീഷ്യൻ ഒരു നോവീസ് അല്ല, അദ്ദേഹം ഒരു റിച്ച് എക്സ്പീരിയൻസ് ഉള്ള പൊളിറ്റീഷ്യൻ ആണ്. അദ്ദേഹം 3-4 തവണ MLA തന്നെ ആയിരുന്നു. പഞ്ചായത്ത് മെമ്പർ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ തുടക്കം. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റായി. അങ്ങനെ വളരെ ഹംബിൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ്. അതുപോലെ BJP എങ്ങനെയാണ് സക്സസ്ഫുൾ ആയി മാറുന്നത് അവിടെ എന്നൊക്കെ പറയുന്നുണ്ട്. BJD എന്ന് പറയുന്ന പാർട്ടിയാണല്ലോ അവിടെ അധികാരത്തിലിരുന്നത്, നവീൻ പട്നായിക്. പക്ഷെ അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് ജനറേഷൻ ലീഡറിനെ വളർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് മക്കളില്ല, മാരിഡ് അല്ല. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഓവർലി ഡിപ്പെൻഡന്റ് ഓൺ ബ്യൂറോക്രസി ആയിരുന്നു. തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു IAS ഓഫീസറായ VK പാണ്ഡ്യനായിരുന്നു അദ്ദേഹത്തിന്റെ വലം കൈ. അപ്പോൾ തമിഴ് ആൾക്കാരുടെ കയ്യിലേക്ക് ഭരണം പോകുമെന്നും പറഞ്ഞൊക്കെ ഒരു ഒഡീഷ അസ്മിത എന്ന് പറയുന്ന ഒരു സംഭവം ഉയർത്തിക്കൊണ്ടുവന്നാണ് BJP അവിടെ ഭരണം പിടിച്ചെടുക്കുന്നത്. എന്തായാലും അവിടുത്തെ ആൾക്കാരുടെ അത് റെസണേറ്റ് ചെയ്തു എന്നാണ് ഇതിൽ പറയുന്നത്. എന്തായാലും ഇവർ തങ്ങളുള്ള ഇപ്പോൾ BJDയും BJP ആക്ച്വലി സഖ്യകക്ഷികളല്ല, പക്ഷെ ഫ്രണ്ട്ലി പാർട്ടീസ് ആണ്. അപ്പൊ ഈ ഇലക്ഷൻ സമയത്താണ് ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞ് പ്രചരണമൊക്കെ നടത്തി. പക്ഷെ വീണ്ടും ഫ്രണ്ട്സ് ആയി. കാര്യം പട്നായിക്ക് പിന്നീട് വീണ്ടും സ്വിയറിംഗ് ഇൻ സെറമണിക്കൊക്കെ പങ്കെടുത്തു. BJD വളരെ നല്ല ഭരണമായിരുന്നു, അത്യാവശ്യം നല്ല ഭരണമായിരുന്നു ഒഡീഷയിൽ. ഒരുപാട് വെൽഫെയർ മെഷേഴ്സ് ഒക്കെ അവരോട്, അതുകൊണ്ടാണല്ലോ 24 years അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് നവീൻ പട്നായിക്കിന് തുടരാൻ പറ്റിയത്. ഒരുപാട് വെൽഫെയർ മെഷേഴ്സ് ഒക്കെ നടപ്പാക്കി, അഗ്രികൾച്ചർ ഇൻകം കൂട്ടാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു. പക്ഷേ സ്റ്റിൽ അറൌണ്ട് 11% ഓഫ് ഒഡീഷാസ് പോപ്പുലേഷൻ ഈസ് അണ്ടർ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്ന് പറയുന്നത് MDP എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അത് നിതി ആയോഗ് ആണ് ഉണ്ടാക്കുന്നത്. നിതി ആയോഗ് ആണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ഉണ്ടാക്കുന്നത്. MDP means multi-dimensional poverty. Multi-dimensional poverty index is a measure of multi-dimensional poverty among our population. അത് വേൾഡിലും ഉണ്ടാക്കുന്നുണ്ട്, ഇന്ത്യയിലും ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയിൽ അത് ഉണ്ടാക്കുന്നത് നിതി ആയോഗ് ആണ്. നിതി ആയോഗ് എന്താണെന്ന് അറിയാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ് നിതി ആയോഗ്. നിതി ആയോഗ് is the replacement of Planning Commission of India. When Narendra Modi took over the Prime Minister's reign in the year of 2014, he dismantled the Planning Commission, which was introduced by first Prime Minister of India, Jawaharlal Nehru. Then he brought in Niti Aayog as our new planning method. Then planning ne വേണ്ടിട്ട് തന്നെയാണ് നിതി ആയോഗ് എന്ന് പറഞ്ഞത്. നിതി ആയോഗിന്റെ ചെയർമാൻ ഈസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഓൾവേസ്. നിതി ആയോഗിന്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിരിക്കും. വൈസ് ചെയർമാൻ ഇപ്പോ സുമൻ ബെറി ആണ്. സുമൻ SUMAN സുമൻ ബെറി. അപ്പോൾ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ പോവർട്ടി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഭക്ഷണം ആണ് മെയിൻലി എല്ലാവരും നോക്കുന്നത്. പോവർട്ടി ഒരു BPL ഫാമിലിക്ക് ഒരു BPL എന്ന് പറയുന്ന സംഭവം ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും മിക്കവാറും എല്ലാവരും
അയാൾക്ക് ഒരു ഡേ അയാൾക്ക് റൺ ചെയ്ത് കൊണ്ടുപോകാനുള്ള അയാളുടെ ഫുഡ് എക്സ്പെൻസസ് ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആയിക്കൊണ്ടാന്നാണ് മിക്കവാറും ഈവൻ UN പോലും നോക്കുന്നത്. പക്ഷെ അത് മാത്രം കൊണ്ട് നമ്മളുടെ ജീവൻ നിലനിന്ന് പോകും. പക്ഷെ അപ്പോഴും നമുക്ക് ഷെൽട്ടർ വേണം, എഡ്യൂക്കേഷൻ വേണം, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ മാറ്റിയെടുക്കുമ്പോഴാണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇല്ലാതായെന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർക്കുമ്പോഴാണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി. അപ്പൊ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇന്ത്യയിൽ ഒരുപാട് ക്രോഡ്സ് ഓഫ് ആൾക്കാർ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ many states have a substantial population under multidimensional poverty. In Odisha, around 11% of people are under multidimensional poverty, and only 6 states are faring worse than Odisha in the case of multidimensional poverty. അതായത് 6 സ്റ്റേറ്റുകളിൽ മാത്രമേ മൾട്ടിഡയമെൻഷണൽ പോവർട്ടി ഒഡീഷയെക്കാളും കൂടുതലുള്ളൂ. അപ്പൊ ഇത്രയൊക്കെ നവീൻ പട്നായിക് ചെയ്തിട്ട് പോലും ഒഡീഷയിൽ ഇപ്പോഴും വിഷയമാണ് ദാരിദ്ര്യത്തിന്റെ കാര്യത്തിലൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ BJP ഗവൺമെന്റ് ഒഡീഷയിലെ നവീൻ പട്നായിക് ഗവൺമെന്റ് ഫോളോ ചെയ്ത നല്ല കാര്യങ്ങൾ അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകണം. കാര്യം അവിടെ ഒരുപാട് ഡെവലപ്മെന്റിന് അത് കാരണമായിട്ടുണ്ട്. ഒപ്പം കൂടുതൽ ഡെവലപ്മെന്റ് കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒപ്പം കമ്മ്യൂണൽ പൊളിറ്റിക്സ് മാറ്റി വെക്കുക. ഒഡീഷയിൽ BJP കമ്മ്യൂണൽ പൊളിറ്റിക്സ് മാറ്റി വെക്കുക. കാരണം ഒരുപാട് ട്രൈബൽസ് ഒക്കെ ഉള്ള സ്റ്റേറ്റ് ആണ്. അവിടെ തന്നെ എത്നിക് കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ലൈക്ക് മണിപ്പൂർ. അപ്പോൾ അതൊക്കെ മാറ്റി വെക്കണം എന്നൊക്കെയാണ് ഇത് പറഞ്ഞത്. ഇത്രയൊക്കെയാണ് ഈ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് സിംഗുലാർ ഫോക്കസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അത് എഗെയിൻ നരേന്ദ്രമോദി ഗവൺമെന്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഫോർമേഷനെ കുറിച്ചാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അറൌണ്ട് 30 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആർ there, and there is no big changes in the portfolio allocation also. Status quo was maintained like 2019 ministry. ഇപ്പോ അമിത് ഷായ്ക്കും രാജ്നാഥ് സിംഗിനും പിന്നീട് നിതിൻ ഗഡ്കരിക്കും നിർമ്മല സീതാരാമനും പീയൂഷ് ഗോയലിനും ധർമ്മേന്ദ്ര പ്രധാനും അങ്ങനെ പ്രധാനപ്പെട്ട പറയുകയാണെങ്കിൽ കുറെ പേരുണ്ട്. എല്ലാവർക്കും സെയിം മിനിസ്ട്രീസ് ഒക്കെ തന്നെ കിട്ടി. അപ്പൊ അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 5 മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ് ഉണ്ട്. ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഒക്കെ പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, യു ഹാവ് ടു ബൈ ഹാർട്ട് ഓൺലി ദ നെയിംസ് ഓഫ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആൻഡ് ദെയർ പോർട്ട്ഫോളിയോ, ഓൾസോ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ്. അല്ലാതെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സിന്റെ പേര് പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞു. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ് 5 മിനിസ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ ഒരു മിനിസ്റ്ററിന്റെയും അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെയും കാര്യം എടുത്ത് അനലൈസ് ചെയ്തിരിക്കുക ഈ സെക്കൻഡ് എഡിറ്റോറിയൽ. ആ ഒരു മിനിസ്റ്ററിന്റെ പേരെന്ന് പറഞ്ഞാല് ജിതേന്ദ്ര സിംഗ് എന്നാണ്. ജിതേന്ദ്ര സിംഗ്. ഈ ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്ന മിനിസ്റ്റർ, ഈ ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്ന മിനിസ്റ്ററിന് കുറെ പോർട്ട്ഫോളിയോസ് ഉണ്ട്. ഹീസ് എ മിനിസ്റ്റർ ഹാവിംഗ് independent charge. So he's almost like a cabinet minister. Because he is having no cabinet minister above him to supervise him. So he is having independent charge of these ministries. Department of Space, Department of Atomic Energy. ഇതെല്ലാം heavy ministries ആണ്. Department of Space, Department of Atomic Energy, Ministry of Earth Sciences, സയൻസ് ആൻഡ് ടെക്നോളജി, പിന്നെ പേഴ്സണൽ, പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസ്. അത് അത്ര വലിയ മിനിസ്റ്ററി ഒന്നും അല്ല, ലാസ്റ്റ് പറഞ്ഞു. അപ്പൊ ഇത്രയും മിനിസ്ട്രീസ് ഉണ്ട്. അപ്പൊ ഈ മിനിസ്ട്രീസിൽ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത്രയും മിനിസ്ട്രീസിനെ കൂടെ ഒരു മിനിസ്റ്ററിന്റെ കയ്യിലാണ് ഏൽപ്പിച്ചേക്കുന്നത്. പക്ഷേ ഇന്ത്യ സയന്റിഫിക് ഫീൽഡിൽ ഹ്യൂജ് അഡ്വാൻസ്മെന്റ്സ് ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ സ്പേസ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഹ്യൂമൻ സ്പേസ് മിഷൻ ഈ അടുത്ത വർഷമൊക്കെ നടത്താൻ പോവുകയാണ്. നമ്മൾ സ്പേസിലേക്ക് മനുഷ്യനെ അയക്കാൻ പോവുകയാണ്. അതുപോലെ നമ്മൾ ആദിത്യ L1 ഒക്കെ ഇപ്പം സെൻഡ് ചെയ്തപ്പോൾ എക്സ്ട്രാ ടെറസ്ട്രിയൽ മിഷൻസിലും അല്ലെങ്കിൽ ഇന്റർ പ്ലാനറ്ററി മിഷൻസിലേക്കൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് തന്നെ ഒരുപാട് നോക്കാനുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സീ എക്സ്പ്ലോറേഷൻ തുടങ്ങാൻ പോവുകയാണ്. ഇപ്പം ചന്ദ്രയാൻ സെൻഡ് ചെയ്ത പോലെ ഒരു കടലിലേക്ക് നമ്മൾ 5000 കിലോമീറ്റേഴ്സ് കടലിന്റെ അടിയിലേക്ക് പോകാൻ വേണ്ടിട്ട് ഒരു സംഭവം. അതിന്റെ മത്സ്യ എന്നങ്ങണ്ടാണ് ആ മിഷന്റെ പേര്. മത്സ്യ 6000 അങ്ങനെ എന്തോ മിഷന്റെ പേര്. മത്സ്യ 5000 6000 അങ്ങനെ എന്തോ ആണ്. അപ്പൊ അങ്ങനെയുള്ള മിഷൻസ് ഒക്കെ നമ്മൾ കൊണ്ടുവരികയാണ്. ഒപ്പം ഓരോ ഫീൽഡിൽ പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യയുടെ MST സയൻസ്, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് പിന്നീട് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്, അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം അഗ്രികൾച്ചർ ടു മെഡിസിൻ, എവറിത്തിങ് ഈ ഒരു മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വന്നേക്കുന്നത്. അല്ലെങ്കിൽ ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്ന മിനിസ്റ്ററിന്റെ അണ്ടറിലാണ് വന്നേക്കുന്നത്. അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി ആണല്ലോ ന്യൂക്ലിയർ റിയാക്ടേഴ്സും അങ്ങനെയുള്ള സംഭവങ്ങളാണ് നോക്കുന്നത്. അപ്പൊ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് തന്നെ വർഷം തോറും ഒരെണ്ണം വെച്ച് ഇന്ത്യയിൽ പല ഇന്ത്യൻ സ്റ്റേറ്റുകളിലായിട്ട്
ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെങ്കിൽ പുതുതായിട്ട് ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഹെവി മിനിസ്ട്രീസ് ആണ്. അപ്പം ഈ എല്ലാ മിനിസ്ട്രീസും കൂടെ ഒരാളുടെ തലയിലേക്ക് വരുമ്പോൾ പുള്ളി ഓവർ ബർഡൻഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം മിനിമം ഒരു മിനിസ്റ്ററെങ്കിലും കൂടെ അഡീഷണലി ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ എഡിറ്റോറിയൽ. അപ്പം അത് മാത്രമല്ല GDP-യിൽ നമ്മളുടെ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ റിസർച്ചിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന അലോക്കേഷൻ കുറവാണെന്നും അതിനെ ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് എല്ലാം ഈ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ. അപ്പോൾ ഈ രണ്ട് എഡിറ്റോറിയൽസും നേരെ പഠിച്ചോളുക. ഓക്കെ, പഠിച്ചോളുക അല്ല, ഇത് കോംപ്രിഹെൻഷൻ വായിക്കുന്ന രീതിയിൽ അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ പേജിലെ ആർട്ടിക്കിൾസ്, ഇതൊക്കെ പൊളിറ്റിക്കൽ ആർട്ടിക്കിൾസ് ആണ്. ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പറയുന്നത് അതിനൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ കോalition governments do coalition governments slow down the economic reforms agenda എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ കാണാം. കോalition ഗവൺമെന്റുകൾ എക്കണോമിക് റിഫോംസ് അജണ്ടയെ തകിടം മറിക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ. അത് ഇങ്ങനെ പറയാൻ കാരണം മൂഡീസ്, നിങ്ങൾക്ക് ഈ ഇടയ്ക്ക് ഞാൻ പലപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളതാണ്. മൂഡീസ് ഈസ് ആൻ ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. മൂഡീസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളടുത്ത് S&P, സ്റ്റാൻഡേർഡ് ആൻഡ് പൂർ പറഞ്ഞിട്ടുണ്ട്. ഫിച്ച്, FITCH. ദീസ് ആർ ദ 3 well-known international credit rating agencies, and all these credit rating agencies are from USA, United States of America. And among these credit rating agencies, Moody's recently gave some concerns. They have some concerns about the recent election verdict of India. The government which is now under Narendra Modi, he's going to lead a coalition government. He didn't get an outright majority, so that is a cause for concern because the decision making will be slower in a coalition government എന്നാണ് മൂഡീസ് പറഞ്ഞത്. ആ പറഞ്ഞാൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ എന്നാണ് ഈ ആർട്ടിക്കിളിൽ അവർ അന്വേഷിക്കുന്നത്. അതായത് നമ്മളുടെ ഇപ്പൊ ഒറ്റയ്ക്കാകുമ്പോൾ BJPക്ക് മാത്രം ചേർന്ന് ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ നരേന്ദ്രമോദി അവരുടെ മോസ്റ്റ് പവർഫുൾ ലീഡർ ആയതുകൊണ്ട് he can take decision of his own. Even he was not consulting with his senior most ministers also എന്നാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള പരാതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിംഗ് ഫാസ്റ്റ് ആയിരിക്കും, ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ കറക്റ്റ് ഡിസിഷൻ ഓർ എ റോങ് ഡിസിഷൻ. പക്ഷെ മൂഡീസ് പറയുന്നത് കോalition ഗവൺമെന്റ് വരുമ്പോഴത്തേക്ക് ഈ റിഫോംസിന്റെ വേഗത കുറയാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഹി ഹാസ് ടു കൺവിൻസ് ഹിസ് അലയൻസ് പാർട്ട്നേഴ്സ് ഫസ്റ്റ്. ഇഫ് ദേ ഓപ്പോസിറ്റ്, ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ടു ഇംപ്ലിമെന്റ് ദാറ്റ് റിഫോം. അതാണ് അവരുടെ ഒരു ഇതെന്ന് പറയുന്നത്. പക്ഷെ ഈ ആർട്ടിക്കിൾ വായിച്ചു നിങ്ങൾക്ക് മനസ്സിലാവുന്നത് 1991 ശേഷം ഇങ്ങോട്ട്, അല്ലെങ്കിൽ 89 തൊട്ടൊക്കെ ഇങ്ങോട്ട് തന്നെ കോalition ഗവൺമെന്റുകളാണ്. 89 രാജീവ് ഗാന്ധി അധികാരത്തിൽ നിന്ന് പോകുന്നു. പിന്നെ VP സിംഗ് എന്ന് പറയുന്ന ആള് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആവുന്നത്. VP സിംഗ് പ്രൈം മിനിസ്റ്റർ ആവുന്ന സമയത്താണ് ഇന്ത്യയിൽ VP സിംഗ് എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. VP സിംഗ് തന്നെ കോalition ഗവൺമെന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് സിംഗിൾ പാർട്ടി ജനതാദൾ എന്ന് പറയുന്ന പാർട്ടിയുടെ ലീഡർ ആയിരുന്നു, അല്ലാതെ കോൺഗ്രസ് അല്ലായിരുന്നു. പിന്നെ നരസിംഹറാവുവിന് ഭൂരിപക്ഷം കിട്ടുന്നുണ്ട്. കാര്യം രാജീവ് ഗാന്ധിയുടെ അസാസിനേഷന് ശേഷമാണ് ഗവൺമെന്റ് ആകെപ്പാട് 5 സീറ്റിന്റെ ഷോർട്ടേജ് കണ്ടുള്ളത്. പിന്നെ വീണ്ടും വാജ്പേയി ഗവൺമെന്റുകളുടെ ആ ഒരു എറ വരികയാണ്. അപ്പോഴും എല്ലാം കോalitionാണ്. ദേവഗൌഡ ഗവൺമെന്റ് കോalition ആയിരുന്നു, IK ഗുജറാൾ ഗവൺമെന്റ് കോalition ആയിരുന്നു. അതിനുശേഷം വന്ന മൻമോഹൻ സിംഗ് ഗവൺമെന്റ് 10 yearsഉം UPA 1, UPA 2 എന്ന് പറഞ്ഞ 2 കോalition ഗവൺമെന്റ്സ് ആയിരുന്നു. ഈ സമയത്തെല്ലാം പോളിസി ഇംപ്ലിമെന്റേഷൻ അത്ര വലിയ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നുവെന്നും ഒരു പോളിസി കണ്ടിന്യൂറ്റി എല്ലാ ഗവൺമെന്റുകളും ഫോളോ ചെയ്തിരുന്നെന്നും ഡിസിഷൻ മേക്കിംഗ് ആക്ച്വലി കുറച്ചുകൂടെ ഇൻക്ലൂസീവ് ആയെന്നും ഒക്കെയാണ് പറഞ്ഞേക്കുന്നത്. കാര്യം കുറെ കോalition പാർട്ട്നേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കോalition പാർട്ട്നേഴ്സ് കൂടെ ആശയങ്ങൾ എടുത്ത് ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എല്ലാ സ്റ്റേറ്റിലും വരുന്ന പാർട്ടികളായിരിക്കും അതിൽ. ഇപ്പൊ തമിഴ്നാട്ടിലെ DMK, അല്ലെങ്കിൽ ഒഡീഷയിലെ BJD, അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി ചേർന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിൽ the regional aspirations will also be reflected in those decisions എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ചുകൂടി ഇൻക്ലൂസീവ് ഡിസിഷൻ ആയിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ഗവൺമെന്റിനെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലീഡർ ചന്ദ്രബാബു നായിഡു ആണ്. ബട്ട് ഹീസ് ദ വെരി ഫേമസ് ഫോർ ഹിസ് എന്താ പറയുക റിഫോം ഓറിയന്റഡ് പൊളിറ്റിക്സ്. ഞാൻ ഇന്നലെ നിങ്ങളുടെ പറഞ്ഞായിരുന്നു, ഹൈദരാബാദ് എന്ന് പറയുന്ന ആ സിറ്റിയെ, ഇന്നത്തെ സിറ്റിയെ ഡെവലപ്പ് ചെയ്തത് ചന്ദ്രബാബു നായിഡു ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതേ വളരെ മോഡേൺ റിഫോം ഓറിയന്റഡ് പൊളിറ്റീഷ്യൻ. അതുകൊണ്ട് തന്നെ റിഫോംസിലൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല. പിന്നെ അവിടെ നിതീഷ് കുമാറിന്റെ കാര്യത്തിൽ ഒരു സംശയമുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ലെന്ന രീതിയിലാണ് ഈ ആർട്ടിക്കിൾ. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ ദ അലിഗേഷൻസ് ഓവർ NEET UG 2024 എന്ന് പറയുന്ന ആർട്ടിക്കിൾ കാണാം. അത് ഞാൻ കൂടുതലായിട്ട് അത് നമുക്ക് ആവശ്യമുള്ളതല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഡിസ്കഷന്റെ ആവശ്യമില്ല. പിന്നെ ചൈനാസ് ഗ്രേ സോൺ വാർഫെയർ ടാക്ടിക്സ് അഗെയിൻസ്റ്റ് തൈവാൻ, അത്
നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് നമ്മൾ പലപ്പോഴും ഈ ഇടയ്ക്കൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. തൈവാൻ എന്ന് പറയുന്നത് ചൈനയിൽ നിന്നുള്ള ഒരു ബ്രേക്ക് അവേ ടെറിട്ടറി ആണെന്നാണ് ചൈനയുടെ അവകാശവാദം. അല്ലെങ്കിൽ വൺ ചൈനയുടെ അണ്ടറിൽ വരുന്നതാണ്. ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോളിസി ഈസ് വൺ ചൈന പോളിസി. Integration of Tibet, integration of Taiwan, if possible integration of Arunachal Pradesh also with China. That is the one China policy എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അത് ഇപ്പോഴത്തെ സി ജിൻപിങ് എന്ന് പറയുന്ന ചൈന കണ്ട ഏറ്റവും അതോറിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഭരണാധികാരി അധികാരത്തിൽ വന്നതിന് ശേഷം അത് കൂടുതൽ അവരുടെ ആംബിഷൻസ് ക്ലിയർ ആവുകയാണ്. അപ്പം ഈ തൈവാൻ എന്ന് പറയുന്ന പ്രദേശത്തിന് ഇത്രയും പ്രാധാന്യമൊക്കെയുള്ള കാര്യമൊക്കെ ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ ചൈനയിൽ ചിയാങ് കൈഷക്കാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ ചിയാങ് കൈഷക്ക് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിയാങ് കൈഷക്കിനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കിയിട്ടാണ് ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ലോങ് മാർച്ചിനൊക്കെ ശേഷം അവിടെ ഭയങ്കര സ്ട്രോങ് ആവുന്ന അവസാനം മാവോയുടെ നേതൃത്വത്തിൽ, മാവോ സേതുങ് എന്ന് പറയുന്ന ആളാണ് ചൈനയുടെ ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത്, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ PRCയുടെ. അപ്പം മാവോയുടെ നേതൃത്വത്തിൽ ചൈനയിൽ അധികാരം പിടിച്ചെടുക്കും 1949 എന്നിട്ട് ചൈന അല്ലെങ്കിൽ PRC ആയി മാറുന്നു, പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന. അപ്പോ ഈ ചിയാങ് കൈഷക്കിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരെല്ലാം കൂടെ അവിടെ നിന്ന് പേടിച്ചോടിയാണ് കാര്യം, അല്ലെങ്കിൽ അവരെ കിട്ടിയ ഇവർ പിടിച്ചു കൊന്നോളാം. അപ്പോൾ ചിയാങ് കൈഷക്ക് തൈവാനിലേക്ക് പോകുന്നു. തൈവാനിലെ ഈ തൈവാൻ സ്ട്രെയിറ്റ് എന്ന് പറയുന്ന ഒരു കടലിടുക്കാണ് ചൈനയും മെയിൻലാൻഡ് ചൈനയും തൈവാനും തമ്മിൽ വേർതിരിക്കുന്നത്. അപ്പൊ അവിടെ പോയി അദ്ദേഹം ഞങ്ങളാണ് യഥാർത്ഥ ചൈന എന്നുള്ള പേരിൽ അവിടെ ഒരു ഭരണകൂടം ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അത് ചൈന ഒരിക്കലും അംഗീകരിക്കുകയുള്ളൂ. ഈവൻ UN പോലും ആദ്യം അംഗീകരിച്ചിരുന്നത് തൈവാനിലെ ഗവൺമെന്റിനായിരുന്നു യഥാർത്ഥ ചൈനീസ് ഗവൺമെന്റ് ആയിട്ട്. പക്ഷേ ഏതാണ്ട് 1971 ഒക്കെ ആയപ്പോഴത്തേക്കാണ് UN കംപ്ലീറ്റ്ലി ചൈന ഗവൺമെന്റ് ആണ്, ഇപ്പോഴത്തെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയാണ് യഥാർത്ഥ ചൈനീസ് ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്ന ഗവൺമെന്റും ഗവേണൻസും എന്ന് റെക്കഗ്നൈസ് ചെയ്യാണ് 1971. അതിനുശേഷം പിന്നെ തൈവാനെ ആരും രാജ്യമായിട്ട് അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാറില്ല. ഇപ്പൊ തൈവാന്റെ ഏറ്റവും വലിയ ബാക്കറായ US പോലും തൈവാന് ഒരു രാജ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. തൈവാനുമായിട്ട് ഒഫീഷ്യൽ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉള്ളത് ഹാൻഡ്ഫുൾ ഓഫ് കൺട്രീസിന് മാത്രമേ ഉള്ളൂ. ആ കൺട്രീസ് പോലും ചെറിയ കുഞ്ഞൻ ഐലൻഡ് നേഷൻസോ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ മാത്രമാണ്. ഒരു 10-12 രാജ്യങ്ങൾക്ക് മാത്രമേ തൈവാനുമായിട്ട് ഒഫീഷ്യൽ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉള്ളൂ. ഈവൻ ഇഫ് ചൈന ഈസ് എ നോൺ enemy of India, India is also supporting Chinese cause. That is, we are also സപ്പോർട്ടിങ് വൺ ചൈന പോളിസി എന്ന് പറഞ്ഞാൽ തൈവാൻ ചൈനയോട് കൂടി കൂട്ടിച്ചേർക്കപ്പെടേണ്ടതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റാൻഡ് തന്നെയായിരുന്നു പണ്ട് നെഹ്റുവിന്റെ കാലത്തോട്ട് ഉള്ളൊരു പോളിസിയാണ്. ഇനി അതിൽ ചേഞ്ച് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ചൈനയുടെ കൂടെ തൈവാനും കൂടെ കൂട്ടിച്ചേർത്താൽ ചൈന കൂടുതൽ അഹങ്കാരിയാവുന്നുള്ള വേറൊരു കാര്യമുണ്ട്. ചൈന ഇപ്പൊ തന്നെ വെരി പവർഫുൾ ആണ്. ഹോങ്കോങ് എന്ന് പറഞ്ഞ സ്ഥലം ചൈനയോട് ചേർന്നപ്പോൾ തന്നെ വീണ്ടും ഒരു പവർഫുൾ ആയി. ഹോങ്കോങ് ആക്ച്വലി ചൈനയോട് ചേർന്നെന്ന് പറയാൻ 1997 ബ്രിട്ടന്റെ കയ്യിലെ കോളനി ആയിരുന്ന ഹോങ്കോങ്ങിനെ ചൈനയ്ക്ക് അവർ കൊടുക്കുകയാണ്. അപ്പൊ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ഓട്ടോക്രസി ഹോങ്കോങ്ങിൽ നടപ്പാക്കാൻ പറ്റില്ല. ഹോങ്കോങ്ങിൽ there should be democracy. Then only we will hand over Hong Kong to you എന്ന് പറഞ്ഞു. ചൈന ഹോൾ ഹാർട്ടഡ്ലി അക്സെപ്റ്റ് ദാറ്റ്. പക്ഷേ ചൈന ലേറ്റർ ചേഞ്ച് their stand and change their tone. നൗ എന്താ പറയുന്നത്, ഓൾമോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഓട്ടോക്രസിയുടെ ഒരു ഇംപ്ലിമെന്റേഷൻ തന്നെയാണ് ഹോങ്കോങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞത്, ഈ തൈവാൻ എന്ന് പറഞ്ഞ പ്രദേശം ഭാവിയിൽ ഒരുപക്ഷെ ചൈനയോട് ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ടേക്കാം. പക്ഷെ തൈവാനിലെ ഇപ്പോഴത്തെ റൂളിംഗ് പൊളിറ്റിക്കൽ പാർട്ടി അതിന് റെഡിയല്ല. അവർ കൺഫ്രണ്ടേഷനിലാണ്. തൈവാന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന പോലും ചൈന ഒബ്ജക്ട് ചെയ്യാണ്. തൈവാൻ എന്ന് പറയുന്ന പ്രദേശം ഈസ് നോട്ട് എ കൺട്രി, ദെൻ ഹൗ ക്യാൻ ദേ ഇലക്ട് എ പ്രസിഡന്റ് എന്നാണ് ചൈന ചോദിക്കുന്നത്. അപ്പം തൈവാന്റെ ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ചൈന കുറച്ചുകൂടെ അഗ്രസീവ് ആവുകയാണ്. തൈവാന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? ലായ് ചിങ് തേ. ഓക്കെ, ഇതൊക്കെയാണ് അവിടെ പറയാനുള്ളത്. അതിനടുത്ത പേജിൽ പോകുമ്പോ ഒന്നുമില്ല, ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അതിനടുത്ത പേജിൽ പോകുമ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെ പലതവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. പേമാ ഖണ്ഡു is going to become the chief minister of Arunachal Pradesh once again എന്ന് ലാസ്റ്റ് ടൈം ക്ലാസ് എടുത്തപ്പോഴെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പേമാ ഖണ്ഡു is a leader of BJP. He won renewed mandate in Arunachal Pradesh. Arunachal Pradesh is a northeastern state and they are having a delicate border with China. ഓക്കെ, അപ്പൊ അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഏതാണ്? ഇറ്റാനഗറാണ് അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ. ഇറ്റാനഗർ. അപ്പൊ പേമാ ഖണ്ഡു അരുണാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് അധികാരമേൽക്കുന്നു. KT പർനായിക് എന്ന ആണ് അരുണാചൽ പ്രദേശിന്റെ ഗവർണർ. KT പർനായിക്, PARNAIK.
PARNAK. അത് വേറെ ഒന്നും അവിടെ പറയാല്ല. അപ്പോ ഇപ്പോ 4 സ്റ്റേറ്റുകളില് ലോക്സഭ ഇലക്ഷനൊപ്പം ഇലക്ഷൻ നടന്നു. ആ 4 സ്റ്റേറ്റുകളിലും ഒരു ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആ 4 സ്റ്റേറ്റുകളുടെയും ഗവൺമെന്റുകളെ ലീഡ് ചെയ്യുന്ന ആരൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കണം. ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡു, തെലുഗുദേശം പാർട്ടി TDP. ഒഡീഷ മോഹൻ മജി BJP. അരുണാചൽ പ്രദേശ് പേമ ഖണ്ഡു അഗെയിൻ BJP. സിക്കിം SKM സിക്കിം ക്രാന്തികാരി മോർച്ച പ്രേം സിംഗ് തമാങ്. അപ്പൊ എല്ലായിടത്തും അധികാരമായിട്ട്. ഇനി ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. ഡോവൽ റീഅപ്പോയിന്റഡ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, മിശ്ര ടു സ്റ്റേ PM's പ്രിൻസിപ്പൽ സെക്രട്ടറി. അജിത് ഡോവൽ കേട്ടിട്ടില്ലാത്ത ആൾക്കാർ തീരെ കുറവായിരിക്കും. From 2014 onwards, he is the National Security Advisor of India. Whenever Narendra Modi took over the reins of India as Prime Minister, he chose Ajit Doval. He preferred Ajit Doval always as National Security Advisor of India. Again, in 2019, when Narendra Modi again became the Prime Minister of India, then at that time also he reappointed NSA Ajit Doval as our National Security Advisor again. Then in 2024, now again he got that position once again. That is the faith Narendra Modi has in Ajit Doval. Okay. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് നരേന്ദ്രമോദി പ്രദീപ് കുമാർ മിശ്ര, PK മിശ്ര. കഴിഞ്ഞ 2 തവണയും അദ്ദേഹം തന്നെയായിരുന്നു നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്ര. അജിത് ഡോവൽ ആൻഡ് PK മിശ്ര, 2 very important powerful bureaucrats in government of India. They are having direct access to Prime Minister of India, Prime Minister's office. അതുകൊണ്ട് തന്നെ ഇവരെയാണ് ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബ്യൂറോക്രാറ്റ്സ് ആയിട്ട് കരുതുന്നത്. ഇവർ പൊളിറ്റിക്കൽ പൊസിഷൻസ് അല്ലല്ലോ, അത് ബ്യൂറോക്രസിയുടെ ഭാഗമാണ്. അപ്പം അതാണ്. ഓക്കെ. പിന്നെ താഴോട്ട് വരുമ്പോ ജേക്ക് സള്ളിവൻ പഠിച്ചു വെച്ചേക്കണം. ജേക്ക് സള്ളിവൻ. അജിത് ഡോവൽ എന്താണോ ഇന്ത്യക്ക്, അതാണ് ജേക്ക് സള്ളിവൻ USA-ക്ക്. അജിത് ഡോവൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഓഫ് ഇന്ത്യ ആണ്. ജേക്ക് സള്ളിവൻ ഈസ് അഗെയിൻ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഓഫ് USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാല് ജേക്ക് സള്ളിവൻ ഇന്ത്യയിൽ വരാൻ പോയാ ഇപ്പം ഈ ആഴ്ചയോ നെക്സ്റ്റ് വീക്കിലോ അങ്ങണ്ട. അപ്പോൾ whenever he comes to India, he has to first meet NSA of India. അങ്ങനെയാണ് എൻ്റെ പരിപാടി പോകുന്നത്. മനസ്സിലായി? അതാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. എന്നിട്ടായിരിക്കും ആവശ്യമുണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്ററിനെയോ അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്റ്ററിനെയോ ഹോം മിനിസ്റ്ററിനെയോ ഒക്കെ അവർ കാണുന്നത്. അപ്പൊ ജേക്ക് സള്ളിവന്റെ കൗണ്ടർ പാർട്ട് ഇൻ ഇന്ത്യ ഈസ് അജിത് ഡോവൽ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഓഫ് ഇന്ത്യ. അപ്പൊ അവർ ഇന്ത്യയിൽ വരാൻ പോകുന്നത് എന്തിനാണ്? വേറൊരാളുടെ പേരോട് കൊടുത്തിട്ടുണ്ട്. ആ പേരൊന്നും പഠിച്ചിട്ടും കുഴപ്പമില്ല. അതോടൊപ്പം US-ന്റെ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ്. അപ്പോൾ എന്തിനാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത് വെച്ചാൽ, ഇന്ത്യക്കും US-നും ഇടയിൽ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ട്, ICET, ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ എമർജിംഗ് ടെക്നോളജി. വളരെ പ്രധാനപ്പെട്ട ഒരു എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റിന്റെ കുറച്ച് കാര്യങ്ങളുടെ ബാക്കിയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോ ജേക്ക് സള്ളിവൻ ഇന്ത്യയിൽ വരുന്നത്. ഈ ICET എന്ന് പറഞ്ഞ എഗ്രിമെന്റ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വേണമെങ്കിൽ ഒരു എക്സാമിന് ചോദിക്കാം. ICET ഇനിഷ്യേറ്റീവ്, US-India ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ എമർജിംഗ് ടെക്നോളജി ആണ്. US-India എന്ന് സാധാരണ ആദ്യം പറയത്തില്ല. I എന്ന് പറയുമ്പോൾ ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ എമർജിംഗ് ടെക്നോളജി എന്നാണ്. അപ്പൊ US-ഉം ഇന്ത്യയും തമ്മിലാണ് അഗ്രിമെന്റ്. അത് പഠിച്ചു വെച്ചേക്കുക. പിന്നെ അത് മാത്രമല്ല, അവർക്ക് വേറെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാറുണ്ട്. IMEC, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ, അതാണ് IMEC. ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മിഡിൽ ഈസ്റ്റ് വഴി യൂറോപ്പിലേക്ക് ഒരു എക്കണോമിക് കോറിഡോർ. അത് റെയിൽവേ, റോഡ്, സി, ഇതെല്ലാം ഈ കോറിഡോറിൽ വരും. ചൈനയുടെ BRI പ്രോജക്ടിന് ബദലായിട്ട്, ചൈനയുടെ BRI ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ബദലായിട്ട് കഴിഞ്ഞ G20 സമ്മിറ്റ് ഡൽഹിയിൽ നടക്കുമ്പോൾ, ലാസ്റ്റ് G20 സമ്മിറ്റ് വാസ് ഹെൽഡ് ഇൻ ഡൽഹി. ഇൻ ദാറ്റ് മീറ്റിംഗ്, ഇന്ത്യ, USA and some European countries took the initiative to announce IMEC, India Middle East Europe Economic Corridor, as an alternative to China's BRI Belt and Road Initiative. But that project is held hostage. That project is held hostage because of the Gaza-Israel war, അല്ലെങ്കിൽ ഹമാസ്-ഇസ്രായേൽ വാർ. കാര്യം ഈ IMEC പ്രൊജക്ടിന്റെ ഇത് എങ്ങനെയാണ് നടക്കുന്നത് വെച്ചാൽ, ഇന്ത്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക്, മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പം
UAE, സൗദിയൊക്കെ വഴി ഇസ്രായേൽ വഴി യൂറോപ്പിലേക്ക് കയറും. അതാ പ്രൊജക്ട്. അപ്പം ഇതില് സൗദിയും UAE ഒക്കെ ഇസ്രായേലുമായിട്ട് കോപ്പറേറ്റ് ചെയ്യണം. ബട്ട് അണ്ടർ ദ കറന്റ് സർക്കംസ്റ്റാൻസസ് Saudi is not ready to cooperate with Israel. Saudi actually intends to cooperate with Israel, but they are fearing a backlash from the Islamic world if under the current circumstances they cooperate with Israel. ടർക്കി പോലുള്ള രാജ്യങ്ങൾ, ഇറാൻ പോലുള്ള രാജ്യങ്ങൾ മറ്റ് ഇസ്ലാമിക് കൺട്രീസിന് സൗദിക്കെതിരെ തിരിക്കും. കാര്യം ടർക്കിയും അതുപോലെ ഇറാനും ഒക്കെ ഇസ്രായേലിന്റെ എനിമീസാണ്. അപ്പം അത് പേടിച്ചിട്ടാണ് അവർ ഈ പ്രൊജക്റ്റിൽ ഇപ്പം ഒന്ന് തണുത്ത് നിൽക്കുന്നത്. വീണ്ടും അത് കുറച്ച് കഴിയുമ്പോൾ ഈ പ്രോബ്ലം ഒക്കെ തീരുമ്പോൾ അത് ഇതാവും. അപ്പൊ എന്തായാലും ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോറിന്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്ന പറഞ്ഞു. അതുപോലെ ഇന്ത്യക്ക് ഒരു ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്ത് ഇന്ത്യക്കകത്ത് കൊടുത്തിട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് മാനുഫാക്ചർ ചെയ്യാൻ US അനുവദിക്കാൻ പോവുകയാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഉണ്ടല്ലോ, HAL, അവരാണത് മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത്. അത് ഉണ്ടാക്കിയിരിക്കുന്ന അമേരിക്കൻ കമ്പനിയായ GE ആണ്. GE എന്ന് പറഞ്ഞാൽ ജനറൽ ഇലക്ട്രിക്. ആ ജനറൽ ഇലക്ട്രിക് കമ്പനിയുടെ ആ ജെറ്റ് എഞ്ചിന്റെ പേര് F414 എന്നാണ്. F414 എന്നറിയപ്പെടുന്ന ജെറ്റ് എഞ്ചിൻ. അത് ഇന്ത്യക്ക് കൊടുക്കാൻ പോയി. ഇന്ത്യക്ക് കൊടുക്കാൻ പോകുന്ന പറയുമ്പോഴത്തേ അവർ വെറുതെ സെല്ല് ചെയ്യല്ല, ഇന്ത്യക്ക് തന്നെ പിന്നെ ഫ്യൂച്ചറിൽ മാനുഫാക്ചർ ചെയ്യാം. ടെക്നോളജി ട്രാൻസ്ഫർ ആണ്. അതിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. പിന്നെ നമ്മൾ അതിന്റെ കാര്യത്തിൽ പറയുന്നില്ല, MQ-9B പ്രഡേറ്റർ എന്ന് പറഞ്ഞൊരു ഡ്രോൺ ഉണ്ട്. വേൾഡിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോൺ ആണ് MQ-9B പ്രഡേറ്റർ. ഈ ഡ്രോണും ഇന്ത്യക്ക് വിൽക്കാമെന്ന് US എഗ്രി ചെയ്തിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളും ഇവിടെ ഡിസ്കസ് ചെയ്യും. പക്ഷെ അതിന്റെ കാര്യം ഇവിടെ പറയുന്നില്ല, പക്ഷെ അതും ഉണ്ട് ഇതിന്റെ അകത്ത്. ഓക്കെ. പിന്നെ രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ ചില ടാർഗറ്റുകളെ കുറിച്ച് പറയാം. ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കേണ്ടതാണ്. ഇത് മുമ്പേ ഉള്ള ടാർഗറ്റാണ്, കഴിഞ്ഞ ഗവൺമെന്റ് ടാർഗറ്റാണ്, കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിലുള്ള. ബൈ 2029 ഇന്ത്യ വാണ്ട്സ് ടു എക്സ്പോർട്ട് ഡിഫൻസ് എക്യുപ്മെന്റ്സ് വർത്ത് 50,000 crores to other countries. അപ്പൊ ചിലപ്പോൾ ചോദിക്കുക, ഇന്ത്യ മറ്റ് രാജ്യങ്ങളിലേക്ക് 50,000 crores ഡിഫൻസ് എക്യുപ്മെന്റ്സ് എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടാർഗറ്റ് ഇയർ ഏതാണ്? 2029. അതാണ് എന്റെ ആൻസർ. അല്ലെങ്കിൽ 2029 എത്രയാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? 50,000 crores ഡിഫൻസ് എക്സ്പോർട്ട് ആണ് നമ്മൾ ടാർഗറ്റ്. ഇപ്പൊ തന്നെ കഴിഞ്ഞ വർഷമായപ്പോ തന്നെ ഏതാണ്ട് 21,000 crore നമ്മൾ എക്സ്പോർട്ട് ചെയ്ത്. സോ വി ആർ വെൽ ഓൺ ദാറ്റ് ടാർഗറ്റ്. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ പുരി ജഗന്നാഥ് ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് കാണാം. പുരി ജഗന്നാഥ് ടെമ്പിൾ ഒക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹിന്ദു ടെമ്പിൾ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹിന്ദു ടെമ്പിൾസ് 5 എടുത്താൽ 1 ഈസ് പുരി ജഗന്നാഥ് ടെമ്പിൾ അല്ലെ. പിന്നെ അശ്വനി വൈഷ്ണവ് റെയിൽവേയുടെ മിനിസ്ട്രി ഏറ്റെടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. അശ്വനി വൈഷ്ണവ് റെയിൽവേയുടെ മാത്രം മിനിസ്റ്റർ ആണോ? റെയിൽവേയുടെ ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജിയുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ എല്ലാത്തിന്റെയും മിനിസ്റ്ററാണ്. ഒരുപാട് മിനിസ്ട്രീസ് ഉള്ള മിനിസ്റ്ററാണ് അശ്വനി വൈഷ്ണവ് എന്ന് പറയുന്നത്. പിന്നെ താഴോട്ട് വരുമ്പം അത്രയേ ഉള്ളൂ ഈ പേജിൽ, വേറൊന്നും ഈ പേജിൽ പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററായിട്ട് പുതുതായിട്ട് അധികാരം വയ്ക്കുന്ന ആള് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കണ്ട. ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ആരും നമുക്ക് നോക്കാം. ഇന്ത്യയുടെ പുതിയ ഇത്രയും കാലം നമ്മൾ ജ്യോതിരാദിത്യ സിന്ധ്യ എന്നാണ് സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററുടെ പേര് പഠിച്ചുകൊണ്ടിരുന്നത്. ജ്യോതിരാദിത്യ സിന്ധ്യ. ഈ മോഡി ഇപ്പോഴത്തെ പുതിയ മിനിസ്ട്രി വന്നപ്പോഴത്തേക്ക് ഷഫിൾ ചെയ്ത അപൂർവ മിനിസ്ട്രീസിൽ ഒരെണ്ണമാണ് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി. സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നുള്ള സ്ഥാനം ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേഷൻ കൊടുത്തു, ടെലി കമ്മ്യൂണിക്കേഷൻ പ്ലസ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റ് കൊടുത്തു. അത് നല്ല മിനിസ്ട്രീസ് ആണ്. പകരം സിവിൽ ഏവിയേഷൻ അവരുടെ അലയൻസ് പാർട്ണറായ ചന്ദ്രബാബു നായിഡുവിന്റെ TDPക്ക് കൊടുത്തു. ആ പാർട്ടിയുടെ ലീഡറായ രാംമോഹൻ നായിഡു. ഹി ഈസ് ദ ന്യൂ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. പിന്നെ GST കൗൺസിലിന്റെ മീറ്റിംഗിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, GST കൗൺസിൽ അറിഞ്ഞിരിക്കണം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് GST കൗൺസിൽ. വൈ? ഇന്ത്യയുടെ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് GST ആണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അപ്പൊ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ ഗവേൺ ചെയ്യുന്ന ബോഡിയാണ് GST കൗൺസിൽ. GST കൗൺസിൽ ചെയർപേഴ്സൺ ഈസ് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. കറന്റ്ലി ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് നിർമ്മല സീതാരാമൻ. ദാറ്റ്സ് വൈ GST കൗൺസിൽ ചെയർപേഴ്സൺ ഈസ് നിർമ്മല സീതാരാമൻ and members are states finance ministers. കേരളത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ബാലഗോപാൽ ഈസ് എ മെമ്പർ ഓഫ് GST കൗൺസിൽ. അപ്പൊ GST ആയിട്ട് ബന്ധപ്പെട്ട എവറി പോളിസി ഡിസിഷൻസ് വിൽ ബി ടേക്കൺ ബൈ GST കൗൺസിൽ unanimously. Even if one state's finance minister differ from the majority view, then also that cannot be implemented. That is the problem. ഒരു പ്രോബ്ലം മാത്രമല്ല, നല്ലതുമാണ്. കാര്യം എല്ലാവരുടെയും വ്യൂസ് അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കൺസെൻസസ് ബേസ്ഡ് ആണ് അവിടെ. ഓക്കെ. പിന്നെ
LICയുടെ ഷെയർ ഹോൾഡിംഗ് ഡോക്ടർ റെഡ്ഡീസിൽ 5% ക്രോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഫാർമ കമ്പനിയാണ്. ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ഫാർമ കമ്പനി ഈസ് സൺ ഫാർമ. ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ഫാർമ കമ്പനി സൺ ഫാർമയാണ്. സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഫാർമ കമ്പനി ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ആണ്. അതിൽ 5% ഷെയർ LICക്കാണ്. ഞാനത് ജസ്റ്റ് വെറുതെ പറയുന്നതാണ്. LIC എന്ന് പറയുന്ന കമ്പനി എന്ത് വലുതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. LIC ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ DII, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ. ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. There are FIIs also, foreign institutional investors-ഉം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും. അപ്പം ഇതിൽ ബിഗ്ഗസ്റ്റ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് LIC. നമ്മളുടെ IDBI ബാങ്കിന്റെ മെജോറിറ്റി ഷെയർ അവരുടെ കയ്യിലാണ്. ICICI ബാങ്കിന്റെ കുറെ ഷെയർ അവരുടെ കയ്യിലാണ്. ITC എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിഗരറ്റ് മാനുഫാക്ചറിംഗ് കമ്പനി പ്ലസ് FMCG കമ്പനി, അതിന്റെ മെജോറിറ്റി വലിയൊരു ഷെയർ അവരുടെ കയ്യിലുണ്ട്. ഡോക്ടർ റെഡ്ഡീസിന്റെ 5% ഷെയർ അവരുടെ കയ്യിലാണ്. അദാനി ഗ്രൂപ്പിന്റെ അവർ 30,000 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്നത്തെ വാല്യൂ 89,000-90,000 കോടിയാണ്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് അവർ കാശുണ്ടാക്കുന്നു. അപ്പൊ നമ്മളൊക്കെ അടക്കുന്ന പ്രീമിയം അവർക്കല്ലാതെ വേറെ മാർഗ്ഗമില്ല. അവരോട് ഇങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അതിനാണ് DI എന്ന് പറഞ്ഞത്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റർ. അപ്പൊ അതുപോലെ ലക്ഷറി റിയൽ എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ ലോകത്തിലെ തേർഡ് സിറ്റി മുംബൈയും 5th സിറ്റി ഡൽഹിയായി മാറി. അതായത് വേറെ ഒന്നുമല്ല, ഈ ലക്ഷറി പ്രോപ്പർട്ടീസ് രജിസ്റ്റർ ചെയ്യില്ലേ, നമ്മൾ വായിക്കാറില്ലേ, 50 കോടി രൂപയുടെ ഫ്ലാറ്റ് ഇന്ന ബോളിവുഡ് സ്റ്റാർ മേടിച്ചു, 100 കോടി രൂപയുടെ ഫ്ലാറ്റ് ഇന്ന ക്രിക്കറ്റർ മേടിച്ചെന്നൊക്കെ. അപ്പൊ അത് മുംബൈയിലാണ് മിക്കവാറും രജിസ്ട്രേഷൻ ഒക്കെ. അപ്പൊ അങ്ങനത്തെ വാല്യൂ നോക്കിയാണെങ്കിൽ ലക്ഷറി റിയൽ എസ്റ്റേറ്റിൽ ലോകത്തിൽ 3-ാം സ്ഥാനത്ത് ഇപ്പൊ മുംബൈയാണ്, 5-ാം സ്ഥാനത്ത് ഡൽഹിയും. അത് ഒരു നൈറ്റ് ഫ്രാങ്ക്സ് പ്രൈം ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ആണല്ലോ അത് വന്നേക്കുന്നത്. അന്നത്തെ ഹിന്ദുവിലോട്ട് നോക്കിക്കൊണ്ടാൽ മതി. പിന്നെ അടുത്ത പേജിൽ പോകുമ്പോൾ അടുത്ത പേജിൽ സൗത്ത് ആഫ്രിക്കയിലെ ഗവൺമെന്റ് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. സൗത്ത് ആഫ്രിക്കയിലെ ANC തന്നെ അധികാരത്തിൽ വരും. ANC എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. അതിന്റെ സിറിൽ രാമഫോസയാണ് ഇപ്പോൾ അവിടുത്തെ പ്രസിഡന്റ്. അവിടെ മിക്കവാറും അങ്ങേര് തന്നെ ആവുമായിരിക്കും, പറയാൻ പറ്റൂല. കാര്യം കോalition ഗവൺമെന്റ് ആയതുകൊണ്ട് ചിലപ്പം ചിലർ ആവശ്യപ്പെടും ഇങ്ങനെ മാറണമെന്ന്. സിറിൽ രാമഫോസ പറയാൻ പറ്റൂല. പിന്നെ ടർക്കി എന്നല്ല രാജ്യത്തിന് ഇപ്പൊ പുതിയ പേരാണ്, ടർക്കിയെ എന്നാണ്. യൂറോപ്പിലെ only one മുസ്ലിം മെജോറിറ്റി കൺട്രി ടർക്കിയെ. അവരെ ടർക്കിയെ F-16 പ്ലെയിൻസ് US നിന്ന് വാങ്ങാൻ പോകുന്ന ന്യൂസ് ഉണ്ട്. ടർക്കിയുടെ പ്രസിഡന്റ് ആണ് റിസെപ് തായിപ്പ് എർദോഗാൻ. ടർക്കിയെ പ്രസിഡന്റ്. പിന്നെ സ്പോർട്സ് പേജിൽ ഒന്നും പറയാനില്ല. ഒരു കാര്യം പറയാനുണ്ട്. നമ്മളെ ഇന്ത്യക്കാരിയായ ദിവ്യ ദേശ്മുഖ് വേൾഡ് ജൂനിയർ ചെസ് ചാമ്പ്യനായി. വേൾഡ് ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിന്നുള്ള ദിവ്യ ദേശ്മുഖ് വിൻ ചെയ്തു. ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. അപ്പൊ എല്ലാവരും ന്യൂസ് പേപ്പർ നന്നായിട്ട് വായിക്കുക. പിന്നീട് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നീട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്.